സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സദ്ഗുരവേ നമ. ഹരേ കൃഷ്ണ. അഥ ഏകഷഷ്ഠിതമോധ്യായ. ശ്രീശുക ഉവാച. ഏകൈകശസ്താഃ കൃഷ്ണസ്യ പുത്രാൻ ദശദശാബലാഃ അജീജനൻ അനവമാൻ പിതുഃ സർവാത്മസമ്പദാ. ഗൃഹാതനഭകം വീക്ഷ്യ രാജപുത്ര്യോച്യുതം സ്ഥിതം പ്രേഷ്ടം ന്യമം സദഃ സ്വംസം ന തത്തത്വവിദസ്ത്രിയ. ചാർവബ്ജകോശപതനായത ബാഹുനേത്രസപ്രേമഹാസരസവീക്ഷിതവൽഗുജൽപൈ സമ്മോഹിതാ ഭഗവതോ നമനോ വിജേതും സ്വൈർവിഭ്രമൈ സമശകൻ വനിതാ വിഭുംന. സ്മായാവലോകലവദർശിതഭാവഹാരിഭ്രൂമണ്ഡലപ്രഹിതസൗരതമന്ത്രശൗഢ്യൈ പത്ന്യസ്തു ഷോഡശസഹസ്രമനം ഗബാണൈരസ്യേന്ദ്രിയം വിമഥിതും കരണൈർനശേകു. ഇത്തം രമാപതിമവാപ്യ പതിം സ്ത്രിയസ്താ ബ്രഹ്മാദയോപി ന വിദുഃ പദവീം യദീയാം. ഭേജുർമുദാ വിരതമേധിതയാനുരാഗഃ സാവലോകനവസംഗമലാലസാദ്യം. പ്രദ്യുദ്ഗമാസനവരാർഹണപാദശൗചതാംബൂലവിശ്രമണവീജ്ജനഗന്ധമാല്യൈ കേശപ്രസാരശയനസ്നപനോപഹാര്യൈർദാസീശതാ അഭിവിഭോ വിദതുസ്മദാസ്യം. താസാം യാ ദശപുത്രാണാം കൃഷ്ണസ്ത്രീണാം പുരോദിതാ. അഷ്ടൗ മഹിഷ്യസ്തൽപുത്രാൻ പ്രദ്യുമ്നാദീൻ ഗൃണാമി തേ. ചാരുദേഷ്ണ സുദേഷ്ണശ്ച ചാരുദേഹശ്ച വീര്യവാൻ സുചാരുശ്ചാരുഗുപ്തശ്ച ഭദ്രചാരുസ്തഥാപര. ചാരുചന്ദ്രോ വിചാരുശ്ച ചാരുശ്ച ദശമോ ഹരേ. പ്രദ്യുമ്ന പ്രമുഖാ ജാതാ രുക്മിണ്യാം നാവമാഃ പിതു. ഭാനു സുഭാനു സ്വർഭാനു പ്രഭാനുർഭാനുമാംസ്തഥാ. ചന്ദ്രഭാനുർബൃഹദ്ഭാനുരതിഭാനുസ്തഥാഷ്ടമ. ശ്രീഭാനു പ്രതിഭാനുശ്ച സത്യഭാമാത്മജാ ദശ. സാംബ സുമിത്ര പുരുജൽ ശതജിച്ഛ സഹസ്രജിത. വിജയശ്ചിത്രകേതുശ്ച വസുമാൻ ദ്രവിഡഃ ക്രതു. ജാംബവത്യാഃ സുതാ ഹ്യേതേ സാമ്പാദ്യാ പിതൃസമ്മതാ. വീരചന്ദ്രോശ്വസേനശ്ച ചിത്രഗുർവേഗവാൻ വൃഷ. ആമഃ ശങ്കുർവസുഃ ശ്രീമാൻ കുന്തിർനാഗ്നിജിതേ സുതാ. ശ്രുത കവിർവൃഷോ വീര സുബാഹുർഭദ്ര ഏകല. ശാന്തിർദർശ പൂർണമാസ കാളിന്ദ്യാ സോമകോവര. പ്രഘോഷോ ഗാത്രവാൻ സിംഹോ ബലപ്രബല ഊർധ്വഗ. മാദ്ര്യാ പുത്രാ മഹാശക്രി സഹ ഓജോ പരാജിതാ. വൃഗോ ഹർഷോ നിലോ ഗൃധ്രോ വർധനോന്നാദ ഏവ ച. മഹാശഃ പാവനോ വന്യർ മിത്രവിന്ദാത്മജാക്ഷുതി. സംഗ്രാമജിൽ ബൃഹൽസേന ശൂരഃ പ്രഹരണോരിജിൽ. ജയ സുഭദ്രോ ഭദ്രായാം വാമ ആയുശ്ച സത്യകാം. ദീപ്തിമാം താമ്രതപ്താദ്യാ രോഹിണ്യാസ്തനയാ ഹരേ. പ്രദ്യുമ്നശ്ചാനിരുദ്ധോऽഭൂത് രുക്മവത്യാം മഹാബല. പുത്ര്യാം തു രുക്മിണോ രാജൻ നാമ്നാ ഭോജകടേ പുരേ. ഏതേഷാം പുത്രപൗത്രാശ്ച ബഭൂവുഃ കോടിശോ നൃപ. മാതരഃ കൃഷ്ണജാതാനാം സഹസ്രാണി ച ഷോഡശ. രാജോവാച കഥം രുക്മ്യരിപുത്രായ പ്രാദാദുഹിതരം യുധി. കൃഷ്ണേന പരിഭൂതസ്തം ഹന്തും രന്ധ്രം പ്രതീക്ഷതേ. ഏതദാഖ്യാഹി മേ വിദ്വൻ ദിശോർവൈവാഹികം മിഥാ. അനാഗതമതീതം ച വർത്തമാനമതീന്ദ്രിയം വിപ്രകൃഷ്ടം വ്യവഹിതം സമ്യക് പശ്യന്തി യോഗിന. ശ്രീശുക ഉവാച. വൃതസ്വയംവരേ സാക്ഷാത് അനംഗോംഗയുധസ്തയാ. രാജ്ഞഃ സമേതാൻ നിർജിത്യ ജഹാരൈകരഥോ യുധി. യദ്യപ്യനുസ്മരൻ വൈരം രുക്മീ
കൃഷ്ണാപമാനിത വ്യതരൽ ഭാഗിനേയായ സുതാം കുറുവൻ സുസുപ്രിയം രുക്മിണ്യാസ്തനയാം രാജൻ കൃതവർമ്മസുതോ ബലി ഉപയേമേ വിശാലാക്ഷീം കന്യാം ചാരുമതിം കില ദൗഹിത്രായാനിരുദ്ധായ പൗത്രീം രുക്മ്യദത്താത് ഹരേ രോചനാം ബദ്ധവൈരോപി സ്വസുപ്രിയചകീർഷയാ ജാനന്നധർമ്മം തദ്യൗനം സ്നേഹപാശാനുബന്ധന തസ്മിന്നഭ്യുദയേ രാജൻ രുക്മിണീ രാമകേശവോ പുരം ഭോജകടം ജഗ്മോ സാംബ പ്രദ്യുമ്നകാദയ തസ്മിൻ നിവൃത്ത ഉദ്വാഹേ കാലിംഗപ്രമുഖാ നൃപാ തൃപ്താസ്തേ രുക്മിണം പ്രോജുൻ ബലമക്ഷൈർവിനിർജയ അനക്ഷജ്ഞോ ഹ്യയം രാജന്നപി തദ്വ്യസനം മഹൽ ഇത്യുക്തോ ബലമാഹൂയ തേനാക്ഷൈ രുക്മ്യദീവ്യത ശതം സഹസ്രമയുതം രാമസ്തത്രാദദേ പണം തം തു രുക്മ്യജയൽ തത്ര കാലിംഗഃ പ്രാഹ സദ്ബലം ദന്താൻ സന്ദർശയന്നുച്ചൈർനാമൃഷ്യത്തത് ഹലായുധ തതോ ലക്ഷം രുക്മ്യ ഗൃഹാത് ഗ്ലഹം തത്ര ജയദ്ബല ജിതവാനഹമിത്യാഹ രുക്മീ കൈതവമാശ്രിത മന്യുനാ ക്ഷുഭിത ശ്രീമാൻ സമുദ്ര ഇവ പർവണി ജാത്യാരുണാക്ഷോതിരുഷാ ന്യർബുദം ഗ്ലഹമാദദേ തം ചാപി ജിതവാൻ രാമോ ധർമ്മേണച്ഛലമാശ്രിത രുക്മീ ജിതം മയാത്രേ മേ വദന്തു പ്രാശ്നികാ ഇതി തഥാ ബ്രവീന്നഭോ വാണീ ബലേനൈവ ജിതോഗ്ലഹ ധർമ്മദോ വചനേനൈവ രുക്മീ വദതി വൈ മൃഷാ താമനാധൃത്യ വൈദർഭോ ദുഷ്ടരാജന്യചോദിത സംഘർഷണം പരിഹസൻ ബഭാഷേ കാലചോദിത നൈവാക്ഷഗോവിദായൂയം ഗോപാല വനഗോചരാ അക്ഷൈർദിവ്യന്തി രാജാനോ ബാണൈശ്ച ന ഭവാദൃശാ രുക്മിണൈവ മതിക്ഷിപ്തോ രാജഭിക്ഷോപഹാസിത ക്രുദ്ധപരിഖമുദ്യമ്യ ജഘ്നേതം നൃംണ സംസദി കലിംഗരാജം തരസാ ഗൃഹീത്വാ ദശമേ പദേ ദന്താനപാതയൽ ക്രുദ്ധോ യോഹസൻ വിവൃതൈർദ്വിജൈ അന്യേ നിർഭിന്നബാഹൂരു ശിരസോ രുധിരോക്ഷിത രാജാനോ ദുദ്രുഗുർഭീത ബലേന പരിഖാർത്ഥിത നിഹതേ രുക്മിണീശ്യാലേ നാഭ്രവിൽ സാധ്വസാധുവാ രുക്മിണീ ബലയോ രാജൻ സ്നേഹഭംഗഭയാദ്ഹരി തതോ നിരുദ്ധം സഹ സൂര്യയാവരം രഥം സമാരോപ്യ യയുക്കുശസ്ഥലീം രാമാദയോ ഭോജകടാധശാർഹ സിദ്ധാഖിലാർത്ഥ മധുസൂദനാശ്രയാ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ അനിരുദ്ധവിവാഹേ രുക്മിവധോ നാമ ഏകഷഷ്ടിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനേവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനാ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോऽസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് പാരായണം ചെയ്തിരിക്കുന്നത് ദശമസ്കന്ധത്തിലെ 61-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ അനിരുദ്ധൻ്റെ വിവാഹം, രുക്മിവധം, ഭഗവാന്റെ സന്താനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങൾ ഇത്രയൊക്കെയാണ് വിവരിച്ചിരിക്കുന്നത്. ശ്രീശുഖബ്രഹ്മർഷി പറയുകയാണ്, കൃഷ്ണൻ്റെ പത്നിമാർക്കെല്ലാം 10 മക്കൾ വീതം ജനിച്ചു. അവർ ഗുണസ്വഭാവാദികൾ കൊണ്ട് പിതാവായ കൃഷ്ണന് സമരായിരുന്നു. ഓരോ രാജകന്യകമാരും
കൃഷ്ണൻ എല്ലായ്പ്പോഴും തങ്ങളുടെ കൂടെയാണ് കഴിയുന്നതെന്ന് വിചാരിച്ചു. അവർ ഭഗവാന്റെ പ്രേമപുരസ്സരമുള്ള വീക്ഷണം, ആലിംഗനം, മുഖകാന്തി, നർമ്മവചനം മുതലായവയിൽ മോഹിതരായിരുന്നു. എന്നാൽ അവർക്ക് ഹാവഭാവാദികൾ കൊണ്ട് ഭഗവാന്റെ ചിത്തത്തെ ജയിക്കുന്നതിന് അസാധ്യവുമായിരുന്നു. കാമശരങ്ങളെയ്യുന്ന ഭഗവാന്റെ പുരികക്കൊടികളുടെ ചലനം, കരുണാകടാക്ഷം മുതലായവ കൊണ്ട് 16,008 നാരിമാർക്കും ഭഗവാനിൽ നിന്ന് മനസ്സിളക്കുവാൻ കൂടി സാധ്യമല്ലാതായിത്തീർന്നു. ബ്രഹ്മാദികൾക്കു കൂടി അറിയാൻ കഴിയാത്തവനായ ആ ഭഗവാനെ നാരിമാർ പ്രേമപുരസ്സരം സേവിച്ചു വാണു. നിരവധി ദാസിമാരുണ്ടെങ്കിലും കൃഷ്ണനെ സേവിക്കുന്നതിനുള്ള അപൂർവ അവസരം കൃഷ്ണപത്നിമാർ നഷ്ടപ്പെടുത്തിയില്ല. അവർ ഭഗവാനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് അർഘ്യങ്ങൾ നൽകി പൂജിച്ചു. പാദങ്ങൾ കഴുകുകയും തലോടുകയും ചെയ്തു. താംബൂലം അർപ്പിച്ചു. അതുപോലെ ചാമരം കൊണ്ട് വീശിക്കൊടുത്തു. മാല, ചന്ദനം തുടങ്ങിയവ അണിയിച്ചു. ശയ്യ വിരിച്ചു കൊടുത്തു ഭഗവാന്. രുചികരങ്ങളായ ഭക്ഷ്യപദാർത്ഥങ്ങളുണ്ടാക്കി ഭഗവാന് സമർപ്പിച്ചു. ഇത്തരം കൃത്യങ്ങൾ കൊണ്ട് അവർ കൃതാർത്ഥകളായി തീർന്നു. ഭഗവാന് ഓരോ പത്നിയിലും 10 മക്കൾ വീതം ജനിച്ചു. അഷ്ടപത്നിമാരിലുണ്ടായ പുത്രന്മാരുടെ പേരുകൾ ഞാൻ പറഞ്ഞുതരാം. പ്രദ്യുമ്നൻ, ചാരുദേഷ്ണൻ, സുദേഷ്ണൻ, ചാരുദേഹൻ, അതുപോലെ ചാരുഗുപ്തൻ, ഭദ്രചാരു, സുചാരു, വിചാരു, ചാരുചന്ദ്രൻ, ചാരു എന്നിവർ രുക്മിണിയുടെ പുത്രന്മാരായിരുന്നു. ഭാനു, സുഭാനു, പ്രഭാനു, ഭാനുമാൻ, ചന്ദ്രഭാനു, ബൃഹദ്ഭാനു, സ്വർഭാനു, ശ്രീഭാനു, പ്രതിഭാനു, അതിഭാനു എന്നിവർ സത്യഭാമയുടെ പുത്രന്മാരായിരുന്നു. സാമ്പൻ, സുമിത്രൻ, പുരുജിത്ത്, ശതജിത്ത്, സഹസ്രജിത്ത്, വിജയൻ, വസുമാൻ, ചിത്രകേതു, ദ്രവിഡൻ, ക്രതു എന്നിവർ ജാമ്പവതിയുടെ പുത്രന്മാരുമായിരുന്നു. അതുപോലെ നാഗ്നജിതിയുടെ പുത്രന്മാരായിരുന്നു വീരൻ, ചന്ദ്രൻ, അശ്വസേനൻ, വൃഷൻ, ചിത്രഗു, വേഗവാൻ, ആമൻ, ശങ്കു, വസു, ശ്രീമാനായ കുന്തി എന്നിവർ. കാളിന്തിയുടെ പുത്രന്മാരുടെ പേരുകൾ പറയാം. ശ്രുതൻ, കവി, വൃഷൻ, വീരൻ, പൂർണമാസൻ, സുബാഹു, ഏകലൻ, ശാന്തി, ദർശൻ, സോമകൻ, ഭദ്രൻ എന്നിവരാണ്. ഇനി ലക്ഷ്മണയുടെ പുത്രന്മാരുടെ പേരുകൾ പറയാം. പ്രഘോഷൻ, ഗാത്രവാൻ, ബലൻ, പ്രബലൻ, ഊർധകൻ, അപരാജിതൻ, ഓജസ്, സഹൻ, മഹാശക്തി, സിംഹൻ. മിത്രവിന്ദയുടെ പുത്രന്മാർ വൃകൻ, ഹർഷൻ, വഹ്നി, ഗൃധൻ, അനിലൻ,
ഉന്നാദൻ, പാവനൻ, ക്ഷുധി, മഹീശൻ, വർദ്ധനൻ എന്നിവരായിരുന്നു. ദീപ്തിമാൻ, താമ്രതപ്തൻ തുടങ്ങിയവർ രോഹിണിയുടെ പുത്രന്മാരായിരുന്നു. പ്രദ്യുമ്നന് രുക്മിണിയുടെ പുത്രിയായ രുക്മാവതിയിൽ അനിരുദ്ധൻ എന്നൊരു പുത്രനുണ്ടായി. കൃഷ്ണന് 16,008 ഭാര്യമാരിലായി കോടിക്കണക്കിന് പുത്രന്മാരും പൗത്രന്മാരും ഉണ്ടായി. ഇത്രയും കേട്ടപ്പോൾ പരീക്ഷിത്ത് ചോദിക്കുകയാണ്, രുക്മിണിയുടെ സഹോദരനായ രുക്മി കൃഷ്ണനെ ശത്രുവായാണല്ലോ കണ്ടിരുന്നത്. പിന്നെ എങ്ങനെയാണ് രുക്മിയുടെ പുത്രിയെ പ്രദ്യുമ്നൻ പരിണയിച്ചത്? രുക്മി ശത്രുപുത്രന് സ്വപുത്രിയെ നൽകിയോ? അങ്ങയെപ്പോലുള്ള യോഗികൾ ഭൂതവും ഭാവിയും വർത്തമാനവും ദൂരസ്ഥമായതും ഇന്ദ്രിയാതീതമായതും നല്ലതുപോലെ അറിയുന്നവരാണല്ലോ. പരീക്ഷത്തിൻ്റെ ഈ ചോദ്യം കേട്ട് ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു, കാമദേവന്റെ അവതാരമായ പ്രദ്യുമ്നനെ രുക്മാവതി മനസ്സുകൊണ്ട് വരിച്ചിരുന്നു. പ്രദ്യുമ്നൻ സ്വയംവരവേദിയിൽ വെച്ച് നൃപന്മാരെയെല്ലാം പരാജയപ്പെടുത്തി അവളെ സ്വന്തമാക്കി. കൃഷ്ണനോട് ശത്രുതയുണ്ടായിരുന്നെങ്കിലും സഹോദരിയോടുള്ള കടപ്പാടുകൊണ്ട് രുക്മി സ്വപുത്രിയെ പ്രദ്യുമ്നന് നൽകുകയാണ് ഉണ്ടായത്. രുക്മിണിയുടെ പുത്രിയായ ചാരുമതിയെ കൃതവർമാവിൻ്റെ പുത്രനായ ബലി പരിണയിച്ചു. കൃഷ്ണനോട് രുക്മിക്ക് അതിയായ ശത്രുത ഉള്ളതുപോലെ തന്നെ രുക്മിണിയോട് അതിയായ സ്നേഹവും ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ പൗത്രിയായ രോചനയെ പ്രദ്യുമ്നൻ്റെ പുത്രനായ അനിരുദ്ധന് നൽകി. താൻ ചെയ്യുന്നത് അധർമ്മമാണെന്ന് രുക്മിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. ആ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ കൃഷ്ണനും രുക്മിണിയും ബലരാമനും സാമ്പനും പ്രദ്യുമ്നനുമെല്ലാം ഭോജകടത്തിൽ ചെന്നു. വിവാഹ ചടങ്ങിന് ശേഷം കലിംഗൻ തുടങ്ങിയവർ രുക്മിയോട് പറഞ്ഞു, ഹേ രാജൻ, കൃഷ്ണജ്യേഷ്ഠനായ ബലരാമൻ ചൂതുകളിയിൽ വളരെ താല്പര്യമുള്ളവനാണ്. എന്നാൽ അവനാകട്ടെ ചൂതുകളിക്കാൻ ഒട്ടും അറിയുകയുമില്ല. അങ്ങേക്ക് എന്തുകൊണ്ട് അദ്ദേഹവുമായി പന്തയം വെച്ചുകൂടാ? കലിംഗാദികളുടെ വാക്കുകേട്ട് രുക്മി ബലരാമനെ ചൂതുകളിക്കാൻ ക്ഷണിച്ചു. ബലരാമൻ ആ ക്ഷണം സ്വീകരിക്കുകയും ചൂതുകളി ആരംഭിക്കുകയും ചെയ്തു. ആദ്യം 100 നിഷ്കത്തിനും പിന്നെ 1000 നിഷ്കത്തിനും അവസാനം 10,000 നിഷ്കത്തിനുമായിരുന്നു പന്തയം. 3 തവണയും രുക്മി വിജയിച്ചു. പരാജിതനായ ബലരാമനെ നോക്കി കലിംഗൻ പല്ലിളിച്ച് പരിഹസിച്ചു. ഇതു കണ്ട് വാശിയേറിയ ബലരാമൻ 1,00,000 നിഷ്കം പന്തയം വെച്ചു. അപ്പോൾ ബലരാമൻ വിജയിച്ചു. പക്ഷെ താനാണ് ജയിച്ചതെന്ന് രുക്മി കളവു പറഞ്ഞു. സ്വതവേ തന്നെ കുപിതനായ ബലരാമൻ 1,00,00,000 നിഷ്കം പണയം വെച്ചു. അപ്പോഴും ബലരാമൻ ജയിച്ചു. പക്ഷേ രുക്മി വീണ്ടും കളവു പറഞ്ഞു. പന്തയത്തിൽ ഞാനാണ് ജയിച്ചിരിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ മധ്യവർത്തികൾ അഭിപ്രായം പറയട്ടെ. ഈ സമയത്ത് ആകാശത്തു നിന്നും ഒരു അശരീരി ഉണ്ടായി. ചൂതിൽ ജയിച്ചിരിക്കുന്നത് ബലരാമനാണ്. രുക്മി കളവു പറയുകയാണ്. ദുഷ്ടരാജാക്കന്മാരാൽ പ്രേരിതനായ രുക്മി ആ വാക്കിനെ അനാദരിച്ചു. അദ്ദേഹം പരിഹാസപൂർവം ബലരാമനോട് പറഞ്ഞു, കാലികളെ മേച്ച് വനത്തിൽ കഴിയുന്ന ഗോപന്മാർക്ക് ചൂതുകളെക്കുറിച്ച് എന്താണ് അറിയുക? ചൂതിലും യുദ്ധത്തിലും ചാതുര്യം നൃപന്മാർക്കു മാത്രമേ ഉണ്ടാകൂ. രുക്മിണിയുടെ പരിഹാസവചനത്തെ മറ്റ് നൃപന്മാരും പിന്താങ്ങി. കുപിതനായ ബലരാമൻ രുക്മിയെ
തൻ്റെ മുസലം കൊണ്ട് അടിച്ചു കൊന്നു. ഭയന്നോടിയ കലിംഗനെ പിടിച്ച് അവൻ്റെ പല്ലുകളെല്ലാം തല്ലിക്കൊഴിച്ചു. ബലരാമൻ്റെ ഇരുമ്പുലയ്ക്ക കൊണ്ടുള്ള താടനമേറ്റ് രാജാക്കന്മാർ ശരീരമാകെ മുറിഞ്ഞ് രക്തവുമൊലിപ്പിച്ച് ഓടിപ്പോയി. ജ്യേഷ്ഠനെയോ പത്നിയെയോ പിണക്കാൻ വയ്യ എന്നോർത്ത് കൃഷ്ണൻ ഒരഭിപ്രായവും പറഞ്ഞില്ല. അനന്തരം കൃഷ്ണനും ബലരാമനും മറ്റ് യാദവരും കൂടി വധൂവരന്മാരെ തേരിലേറ്റി കുശസ്ഥലിയിലേക്ക് പുറപ്പെട്ടു. ഈ വാക്കുകൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണാർപ്പണമസ്തു.